നമ്മുടെ നാട്ടിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ഫലമാണ് പപ്പായ. കർമൂസ, കപ്ലങ്ങ, ഓമക്ക എന്നിങ്ങനെ കേരളത്തിന്റെ പല ഭാഗത്തും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. പച്ചയ്ക്ക് കറിവെച്ചും തോരൻ വെച്ചും പഴുത്താൽ ജ്യൂസടിച്ചും ജാമായും എല്ലാം പപ്പായ ഉപയോഗിക്കുന്നു. ആരോഗ്യ ഗുണങ്ങൾ ഏറെയുണ്ട് ഇവയ്ക്ക്. സൗന്ദര്യവർദ്ധക വസ്തുവായും രോഗമുക്തി നേടുവാനുള്ള ഔഷധമായും പണ്ട് മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഫലമാണ് പപ്പായ. വിറ്റാമിൻ സി ആണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന മുഖ്യമായ വിറ്റാമിൻ. ഒപ്പം വിറ്റാമിൻ എ, ഇ, കെ, ബി എന്നിവയും അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫൈബർ, കാൽസ്യം, മാഗ്നീഷ്യം, പൊട്ടാസ്യം, കോപ്പർ എന്നീ ധാതുക്കളും ധാരാളം മിനറൽസും ഈ ഫലത്തിൽ അടങ്ങിയിട്ടുണ്ട്. നല്ല മണവും സ്വാദും നൽകുന്നതിനോടൊപ്പം പഴുത്ത് പാകമായ പപ്പായ ചർമ്മ സൗന്ദര്യത്തിന് ഉപയോഗിക്കുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ള ജീവകം റീബോഫ്ലാവിൻ, അസ്കോർബിക് ആസിഡ് എന്നിവയുടെ കാര്യത്തിൽ മാമ്പഴത്തിനെയും വാഴപ്പഴത്തിനെയും പിന്തള്ളും. ജീവകങ്ങൾ, ധാതുലവണങ്ങൾ എന്നിവയാൽ സമ്പന്നമാണ് പപ്പായ. പച്ച പപ്പായ നമുക്ക് ഏറെ ഗുണം നൽകുന്നുണ്ട്. പച്ച പപ്പായയിൽ വിറ്റാമിൻ സി ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താൻ പച്ച പപ്പായ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. നാരുകൾ, പൊട്ടാസ്യം, ആൻറ്റി ഓക്സിഡന്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായതിനാൽ കൊളസ്ട്രോളും പൂരിത കൊഴുപ്പും ഇതിൽ കുറവാണ്. പച്ച പപ്പായയിൽ വിറ്റാമിൻ എ, സി, ഇ എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആൻറ്റി ഓക്സിഡന്റുകളോടൊപ്പം ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുകയും കൊളാജൻ ഉൽപാദനം കൂട്ടുകയും ചെയ്യുന്നു. ഇത് ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. പച്ച പപ്പായ സാലഡ് കഴിക്കുന്നതും ആവിയിൽ വേവിച്ച് കഴിക്കുന്നതും ചർമ്മത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. പപ്പായ ഇലയിലെ പെപ്പൈൻ, ചീമോപെപ്പൈൻ എന്നീ 2 എൻഡോസൈമുകൾ ആരോഗ്യത്തിന് നല്ലതാണ്. ഇവ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയ്ക്കുകയും കഴിക്കുന്ന ഭക്ഷണത്തിൽ ആവശ്യമായ അളവിൽ പ്രോട്ടീനും കാർബൺഹൈഡ്രേറ്റും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നു. പപ്പായ ഇലയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ, വിവിധ ഫ്ലവനോയിഡുകൾ എന്നീ ആൻറ്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട്. സന്ധിവേദന, പേശിവേദന എന്നിവയാൽ ബുദ്ധിമുട്ടുന്നവർ പപ്പായ ഇല വെള്ളം പതിവായി കുടിക്കുന്നത് നല്ലതാണ്. പപ്പായയുടെ ഇലകളിലെ വിറ്റാമിനുകളും കാൽസ്യം, ഇരുമ്പ്, സിങ്ക് എന്നീ ധാതുക്കളും തലയോട്ടിക്ക് പോഷണം നൽകുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പപ്പായ പേസ്റ്റ് പരുവത്തിലാക്കി തേനും ചേർത്ത് മുഖത്ത് പുരട്ടുക. എന്നിട്ട് 10 മിനിറ്റ് ശേഷം കഴുകിക്കളയുക. മുഖം നല്ലപോലെ തിളങ്ങും. കുരു നീക്കിയ പഴുത്ത പപ്പായ കുഴമ്പ് പരുവത്തിലാക്കി മുഖത്ത് പുരട്ടുക. എന്നിട്ട് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക. ഇത് മുഖക്കുരു മാറ്റാൻ സഹായിക്കും. മുടി കൊഴിച്ചിൽ തടയാനും പപ്പായ നല്ലതാണ്. ആഴ്ചയിൽ 1 തവണയെങ്കിലും പപ്പായ കഴിക്കുന്നത് മുടിയുടെ വളർച്ചയെ വേഗത്തിലാക്കും. ആയുർവേദത്തിൽ പപ്പായ ഇലയുടെ നീര് ഡെങ്കി വൈറസിൻ്റെ വളർച്ചയെ തടയുകയും പ്ലേറ്റ്ലെറ്റ് എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പപ്പായ ദിവസേന കഴിക്കുന്നത് ദഹനത്തെ പ്രോത്സാഹിപ്പിക്കാനും മലബന്ധത്തിൽ നിന്നും ആശ്വാസം നൽകാനും അതിൻ്റെ പോഷകഗുണം കാരണം ഹൈപ്പർ അസിഡിറ്റി നൽകാനും സഹായിക്കുന്നു. പൊട്ടാസ്യം, ഫൈബർ, വിറ്റാമിനുകൾ എന്നിവയുടെ സാന്നിധ്യം മൂലം ഹൃദയത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിനും പപ്പായ കഴിക്കുന്നു. ഇത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. This video is sponsored by EduQuest. EduQuest offers skill-based courses in digital marketing, stock market, coding, and more. The struggle to find courses that truly speak your language, it's finally over. Welcome to EduQuest, where learning is made just for you. At EduQuest, we bring you a wide range of online courses, from career building programs to skill boosting masterclasses, all in your regional language. Because we believe language should never be a barrier to success. Our courses are tailor-made after understanding what today's learners really need. So why wait? Start learning the smarter, simpler way only with EduQuest. Visit eduquest.courses and explore your next course today. And hey, don't miss out on our exciting offers and promotions.